ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ചാനലിന് എങ്ങനെ നല്ല ഒരു ചാനൽ ബാനർ സെറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെയാണ് YT സ്റ്റുഡിയോ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ചാനൽ ബാനർ സെറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് ചാനൽ ബാനർ എല്ലാം സെറ്റ് ചെയ്യുന്നതിന് വളരെ ഈസിയായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബ് ബാനർ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഈ ഒരു യൂട്യൂബ് ബാനർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ താഴത്തേക്ക് നിങ്ങൾക്ക് ചാനലിന് പറ്റിയ ഒരുപാട് ബാനർ എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ചാനൽ ഏത് ടൈപ്പ് ചാനലാണ്, അതിനനുസരിച്ചുള്ള ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഗെയിമിംഗ് ചാനൽ, വ്ളോഗ് ചാനൽ, അതുപോലെ നമ്മുടെ കുക്കിംഗ് ചാനൽ എന്ന് വേണ്ട ബ്യൂട്ടി ടിപ്സ്, ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള കാറ്റഗറിക്കും അനുയോജ്യമായ ചാനൽ ബാനർ എല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഇതിൽ ഒരു ചാനൽ ബാനർ ഓപ്പൺ ചെയ്ത് ഇത് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ബാനർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇത് ഈസിയായി എഡിറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ചാനൽ നെയിം എല്ലാം കൊടുക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ടെക്സ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്ത്, അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഫോട്ടോ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. അതിനാൽ തന്നെ ഇത് സെലക്ട് ചെയ്ത് റീപ്ലേസ് എന്നതിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എല്ലാം ഇവിടെ സെലക്ട് ചെയ്യാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ എല്ലാം കൊടുത്ത് ഈസിയായി നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്ത് ചാനൽ ബാനർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു എങ്കിൽ നമുക്കിത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു ആരോ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗാലറിയിൽ പോയി നോക്കിയാൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ഇത് ഡൗൺലോഡ് ആയിരിക്കുന്നത് കാണാം. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ചാനലിന്റെ ബാനറായി സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായി എഡിറ്റ് ചാനൽ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിലായി വന്നിരിക്കുന്നതാണ് ചാനൽ ബാനർ. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ചാനൽ ബാനർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ചാനൽ ആർട്ട് മാറി ഈ പുതിയ ചാനൽ ആർട്ട് അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിലവിൽ ഞാൻ ഇത് ചേഞ്ച് ചെയ്യുന്നില്ല, അതിനാൽ തന്നെ ഞാൻ അത് സേവ് എന്ന് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ എല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും ഈ താഴെ വന്നിരിക്കുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും വന്നിരിക്കുന്ന നിങ്ങളുടെ ഫോട്ടോ, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.